നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയും അല്ലെങ്കിൽ ആക്സിസ് പവറാണ് ജയിച്ചിരുന്നുവെങ്കിൽ ലോകം എങ്ങനെയായി തീർന്നേനെയെന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിൽ വരൂ നമുക്ക് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആക്സിസ് പവർ ജയിച്ചിരുന്നുവെങ്കിൽ ലോകം എങ്ങനെയായി തീർന്നേനെ. അതിന് നമുക്ക് കുറച്ച് പിന്നിലോട്ട് പോകാം. വർഷം 1939. ഹിറ്റ്ലർ പോളണ്ടിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ സാധാരണ ചരിത്രത്തിലെ പോലെ അവന്റെ പദ്ധതികൾ അല്പം വ്യത്യസ്തമാണ്. അവൻ തന്റെ ജനറലുമായി കൂടിയാലോചിച്ച് മോസ്കോ പിടിക്കണ്ടെന്ന് വയ്ക്കുന്നത്. പകരം ആദ്യം മെഡിറ്ററേനിയൻ വഴി മുന്നേറി സൂയിസ് കനാൽ പിടിക്കാം. കാരണം അതോടെ ബ്രിട്ടൻ ഇന്ത്യയിലേക്കുള്ള വഴി മുറിച്ചു മാറ്റാം. ഫ്രാൻസ് അത് വേഗം വീരും. ഡങ്കിർക്കിൽ ബ്രിട്ടീഷ് സൈന്യം കുടുങ്ങിയപ്പോൾ വിൻസ്റ്റൺ ചർച്ചിലിനും വേറെ വഴിയില്ല. ബ്രിട്ടീഷ് ജനങ്ങളെ വഷളാക്കാൻ ആഗ്രഹിക്കാതെ വിൻസ്റ്റൺ ചർച്ചിൽ ജർമ്മനിയുമേ സമാധാന കരാർ ഒപ്പിടുമേ. ഇംഗ്ലണ്ട് യൂറോപ്യൻ ലീഗിൽ കീഴിൽ സ്വതന്ത്ര രാജ്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മുസോളിനി വളരെ അസ്വസ്ഥനാണ്. മുസോളിനിക്ക് ലോകം മുഴുവൻ കീഴടക്കണം. അവന്റെ ഇറ്റലിയുടെ മഹത്വം ലോകം മുഴുവൻ അറിയണം. പിടിച്ചെടുത്ത ശേഷം പിക്ചർ കിഴക്കോട്ട് കണ്ണോടിക്കുന്നു. പക്ഷെ ഒരു വലിയ വർഷമുണ്ട് അവിടെ. റഷ്യ എന്ന പ്രശ്നം. റഷ്യയുമായുള്ള യുദ്ധത്തിന് ജർമ്മനി തയ്യാറല്ല. കിഴക്കൻ മേഖലയിൽ വ്യവസായവും സപ്ലൈ ലൈനുകളും ശരിയായി ഒരുക്കിയിട്ടില്ല. എങ്കിലും ആത്മവിശ്വാസത്തോടെ തന്നെ ഹിറ്റ്ലർ മുന്നേറുന്നു. മോസ്കോയുടെ വാതിലെത്തുമ്പോൾ തന്നെ ശീതകാലം കടുത്തുറങ്ങുന്നു. നഗരം വളഞ്ഞിരുന്നുവെങ്കിലും പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. വലിയ നഷ്ടങ്ങൾ നേരിട്ട് ജർമ്മൻ സൈന്യം പിൻവാങ്ങി. ഹിറ്റ്ലർ തിരിച്ചെത്തി ബെർലിനിൽ അടുത്ത വസന്തകാലത്തേക്ക് കാത്തിരിക്കുകയാണ്. പക്ഷേ വസന്തകാലം വരും മുമ്പേ ചുവന്ന സൈന്യം അമേരിക്കയുടെ സഹായത്തോടെ വലിയ ശക്തിയായി ജർമ്മനിയെ തിരിച്ചടിക്കുന്നു. ഹിറ്റ്ലർ അവസരഹരമായി ജപ്പാനോട് അഭ്യർത്ഥിക്കുന്നു, മോസ്കോ ആക്രമിക്കുക. പക്ഷേ ജപ്പാൻ സമ്മതിക്കുന്നില്ല. കാരണം ജപ്പാൻ അമേരിക്കയുമായി ഇവിടെ യുദ്ധത്തിലാണ്. ജപ്പാൻ വളരെ തിരക്കിലുമാണ്. ഹിറ്റ്ലർ ആക്രോശിക്കുന്നു. അവന്റെ ജീവിതം അവസാനിക്കുന്നുവെന്ന് ബെർലിനിൽ തന്നെ ആയിരിക്കും. ലോകം ആശ്വസിക്കുന്നു. യുദ്ധം തീർന്നുവെന്നും ജനങ്ങൾ കരുതുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ അവസാനമല്ല. ജപ്പാൻ വാഷിംഗ്ടൺ ആണവാക്രമണം നടത്തുന്നു. റഷ്യ ന്യൂയോർക്ക് പൊട്ടിത്തെറിക്കുന്നു. എല്ലാവരും ഭയന്നു. ലോകം ഭയാനകമായി ആണവ ശീതകാലത്തിലേക്ക് വീഴുന്നു. പക്ഷേ അതിനുശേഷം ലോകം പുതിയൊരു ക്രമം സ്വീകരിക്കുന്നു. ആക്സിസ് ശക്തികൾ വിജയികളായി പുതിയ ലോക സംവിധാനം കൊണ്ടുവരാൻ 1947 യൂറോപ്പ് ഫാസിസ്റ്റ് സാമ്രാജ്യം രൂപം കൊണ്ടു തീർന്നു. മോസ്കോയുടെ പേര് മാറ്റി ജർമാനിയ നോവ ആയി മാറുന്നു. അത് വലിയ ജർമ്മനിയുടെ തലസ്ഥാനം. ബെർലിൻ ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. വലിയ ഓപ്പറ ഹൗസ്, കലാ മ്യൂസിയങ്ങൾ, നൈറ്റ് ക്ലബുകൾ എല്ലാം അവിടെയുണ്ട്. ഫ്രാങ്ക്ഫർട്ട് അന്താരാഷ്ട്ര സാമ്പത്തിക കേന്ദ്രമായി മാറുന്നു. ഹാംബർഗ്, ബ്രൈമൻ തുറമുഖങ്ങൾ വ്യാപാരത്തിന്റെ മുഖ്യ കേന്ദ്രങ്ങളായി മാറുന്നു. ജനങ്ങളുടെ ജീവിതവും മാറി. എല്ലാവർക്കും നിർബന്ധിത ബലേ പാളമായി മാറും. വമ്പൻ റാലികൾ, 3 ദിവസം നീളുന്ന ആഘോഷങ്ങൾ, സിനിമ, സംഗീതം, കല എല്ലാം ജർമ്മൻ നിയന്ത്രണത്തിൽ. ഇറ്റലിയിൽ മുസോളിനിയുടെ സ്വപ്നം യാഥാർത്ഥമായി. റോം വീണ്ടും റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി മാറുന്നു. കൊളോസിയം പുതുക്കി ചാരി ട്രേസുകൾ വീണ്ടും ജനപ്രിയമായി. മധ്യധനകൾ മുഴുവൻ മെരനോസ്ട്ര ഞങ്ങളുടെ കലലായി മാറുന്നു. ജപ്പാനും വിജയികളുടെ കൂട്ടത്തിൽ ടോക്കിയോ, ചൈന, തെക്കുകിഴക്കൻ ഏഷ്യയും നൽകി. ഇറ്റലിയും ജപ്പാനും സൗഹൃദം പങ്കിടുന്നു. ഇറ്റലിയേക്കാൾ സുഷി കഴിക്കുന്നു, കിമോണോ ധരിക്കുന്നു. ലോകത്തിന്റെ ഭൂരിഭാഗവും പുതിയ ക്രമത്തിലാണ് കീഴിലാണ്. ബ്രിട്ടന്റെ കോളനികൾ, ആഫ്രിക്ക, റഷ്യ എല്ലാം ജർമ്മനി ഇറ്റാലിയൻ സാമ്രാജ്യം പങ്കിട്ടെടുക്കില്ല. ഒറ്റപ്പെട്ട അമേരിക്ക മാത്രം ലോകത്തോട് വേർപെട്ടു. കാലം കടന്നു പോകുമ്പോൾ അമേരിക്കക്കാർ പോലും ചിന്തിക്കുന്നു ജനാധിപത്യം വേണ്ട, യൂറോപ്പിലെ പോയി ജീവിച്ചാൽ മതിയെന്ന്. റോമിന്റെയും ബെർലിന്റെയും തെരുവുകൾ മാർബിൾ കൊണ്ടുള്ള സ്കൈസ്ക്രേപ്പറുകൾ തിരഞ്ഞിരിക്കുന്നു. ലോകം പുതിയ യുഗത്തിലേക്ക് കടക്കുന്നു. സ്വാതന്ത്ര്യവും ജനാധിപത്യം എന്ന പഴയ ആശയങ്ങൾ എല്ലാം ഇല്ലാതെ ഒരു നാസി നിയന്ത്രിതയോഗം. നിങ്ങൾ എന്തു വിചാരിക്കുന്നു? ഈ ഒരു ലോകം നല്ലതായിരിക്കുമോ, അതോ ഇപ്പോൾ ഒരു രോഗമാണോ നല്ലത്? ഫോർച്യുനേറ്റ്ലി ഇതിൽ ജസ്റ്റ് ഒരു കഥ മാത്രമായി കരുതി വിടുക. താങ്ക് യു.